ഹായ് കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്ന സ്കൂളിലെ മിശ്രയും പെൺകുട്ടിയുടെ മരണവും അതിന്റെ പിന്നിലെ ട്വിസ്റ്റ്, ഷോക്കിംഗ് രഹസ്യങ്ങളും തേടിയിറങ്ങിയ കൂട്ടുകാരുടെ കഥയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും എനിക്കൊരു മോട്ടിവേഷനായിട്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ താര അവളെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് വ്യൂമിന് കാണിച്ച് കൊടുക്കാൻ കൊണ്ടുപോയിരുന്നില്ലേ. അങ്ങനെ അവൾ ആ തടാകത്തിന്റെ അരികിലേക്ക് നോക്കാൻ പറയുമ്പോൾ വ്യൂമ് അവിടെ ആരെയാ കണ്ടെന്നറിയോ? ആ ഒരു ആൽബിൻ സാറുണ്ട്, കാർത്തിക് ഉണ്ട്, അതുപോലെ വിജയ് ഉണ്ട്, അതുപോലെ നമ്മുടെ പ്യൂണ് ഗണേശ് ഇല്ലേ, അങ്ങേരുണ്ട്. അവര് ഓരോരുത്തരും പറയുന്നുണ്ട് ഞങ്ങളാണ് അവളെ കൊലപ്പെടുത്തിയത്. എന്നാൽ പെട്ടെന്ന് അവൻ ബോധം കെട്ട് താഴെ വീണുപോവാണ്. അതായത് വ്യൂമിന് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു ശീലമില്ലേ, അങ്ങനെ അവൻ അറിയാതെ നടന്ന് ആ തടാകത്തിന്റെ അരികിൽ എത്തിയതാണ്. അവന്റെ മനസ്സിൽ സംശയമുള്ള ആളുകളെ തന്നെയാണ് അവന്റെ ഉപബോധ മനസ്സ് കാണിച്ചു കൊടുത്തത്. അവന്റെ അമ്മ ആനയാണ് മകനെ കാണാതായപ്പോ തേടിപ്പോയിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ഓരോരുത്തരും ഒരു കാര്യം തീരുമാനിച്ചിരുന്നില്ലേ, അതായത് അവർക്ക് സംശയമുള്ള ആളുകൾ ആരൊക്കെയാണോ അവരുടെ പെരുമാറ്റങ്ങള് ചലനങ്ങളൊക്കെ അവർ ഓരോരുത്തരും വാച്ച് ചെയ്യാന്ന്. അപ്പോ നമ്മുടെ വിജയുടെ വീടുള്ളത് ശീതളിന്റെ വീടിന്റെ അരികിലാണ്. അപ്പോൾ അവനും ഒരു സെതസ്കോപ്പ് വെച്ചിട്ട് അവന്റെ നീക്കങ്ങളൊക്കെ വ്യക്തമായിട്ട് വാച്ച് ചെയ്യാണ്. അതേ സമയത്ത് ആനന്ദിയില്ലേ, നമ്മുടെ ആൽബിൻ സാറിന്റെ നീക്കങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവളൊരു കാര്യം കാണുന്നത്. ആൽബിനില്ലേ രാത്രി സമയമായപ്പോ പെട്ടിയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോവാണ്. അല്ല ഇനിയിപ്പോ ഇങ്ങനെ നാട് വിട്ട് പോവാണോ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും കയ്യിൽ പെട്ടി എന്തായിരിക്കും? അതേ സമയത്ത് നമ്മുടെ വ്യൂമില്ലേ അവന്റെ ഏട്ടൻ മാനവ് അവനെ വാച്ച് ചെയ്യാണ്. അതായത് മാനവ് പലപ്പോഴും അവന്റെ വീടിന്റെ ഒരു ജനലിലൂടെ പുറത്തൊക്കെ ചുറ്റി അടിച്ചിട്ട് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോ അതുപോലെ അവൻ പോകുന്നുണ്ടോന്ന് നോക്കാണ്. ഇവിടെയാണ് ഈ കഥയുടെ മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു കോളേജിൽ നടന്ന ചില ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ആൽബിൻ സാറ് ആദ്യമായിട്ട് കോളേജിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്റെ CV ആയിട്ട് അത് ആനയ്ക്ക് കൊടുക്കുകയാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ആൽബിനിലെ കുറേയധികം പ്രൈവറ്റ് സ്കൂളുകളിലും ട്യൂട്ടർ സെന്ററുകളിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതും സ്പെസിഫിക് ആയിട്ട് ലേഡീസ് സ്കൂളുകളിലെ. അപ്പോൾ ആനി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ പെൺകുട്ടികൾക്ക് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ? അതുകൊണ്ടല്ല, പെൺകുട്ടികളാണ് കൂടുതലായിട്ട് മ്യൂസിക്കിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആനിയും അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം എന്തായാലും നമ്മുടെ സ്കൂളിന് ഒരു അവാർഡ് നിങ്ങളിലൂടെ കിട്ടുന്ന പ്രതീക്ഷിക്കാണ്. അപ്പോൾ ആൽബിനും എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാണ്. നമ്മുടെ ആൽബിൻ്റെത് നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രസന്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നാൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആൽബിൻ സാറാണ്. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ ഫോൺ പിക്ക് ചെയ്യുന്നില്ല. കുറെ പ്രാവശ്യം ആനി വിളിച്ചു നോക്കിയിട്ടും ഫോൺ പിക്ക് ചെയ്യാതായപ്പോ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൊണ്ടിരുന്ന വ്യൂമില്ലേ നമ്മളോട് പറയുന്നുണ്ട്, എന്റെ അമ്മ ആനി ഒരു സിംഗിൾ മദറല്ലേ, അവർക്ക് ആൽബിൻ സാറിന്റെ പെരുമാറ്റമൊക്കെ ഇഷ്ടമാണ്. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ആൽബിൻ സാർ വീട്ടിലേക്ക് വരാറുണ്ട്. അവർ രണ്ടുപേരും ചേർന്നിട്ട് മ്യൂസിക് ഒക്കെ വായിക്കാറുണ്ട്. ആ സമയത്ത് അമ്മയുടെ മുഖത്ത് ഞാനൊരു നല്ല സന്തോഷം കണ്ടിരുന്നു. കുറെ നേരം ആനി ഫോൺ വിളിച്ചിട്ടും ഫോൺ പിക്ക് ചെയ്തില്ലല്ലോ. അപ്പോഴാണ് ആനിക്ക് തിരിച്ച് ഫോൺ വരുന്നത്. നോക്കുമ്പോൾ അത് ആൽബിൻ സാർ തന്നെയാണ്. ഞാൻ നാട്ടിലേക്ക് വന്നതാണ്, എന്റെ അച്ഛന് തീരെ സുഖമില്ല, ഇന്നലെ പെട്ടെന്നാണ് കോൾ വന്നത്. അപ്പോൾ ഇനി തിരിച്ച് വരാന് ഒരാഴ്ച കഴിയും തോന്നുന്നുണ്ട്. അപ്പോൾ ആനയും ആയിക്കോട്ടെ കുഴപ്പമില്ല. അങ്ങനെ കുട്ടികളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആൽവിൻ സാറിന്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ ഒരാഴ്ചയാവും. അപ്പോൾ നിങ്ങൾ സ്വന്തം വേണം ഇതുവരെ സാറ് പഠിപ്പിച്ച എല്ലാ മെത്തേഡും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനേ. എന്നാൽ നമ്മുടെ വ്യൂമിനും ടീമിനും ആൽവിൻ സാർ അങ്ങനെ പെട്ടെന്ന് അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ നാട്ടുപോയ കാര്യത്തില് നല്ലൊരു സംശയമുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും മറയ്ക്കാനാണെങ്കിലോ. അപ്പോൾ ശീതളില്ലേ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാണ്, അതായത് മീനാക്ഷിയുടെ മകൻ വിജയില്ലേ അവനൊരു പക്ക കോഴിയാണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ. എന്നാൽ അവന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിജയുടെ കാറിൽ വെച്ച് പല പെൺകുട്ടികളെയും അവൻ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ശീതൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാല് ഒരു വലിയ ചപ്പട മീശയൊക്കെ വെച്ചിട്ട് വേഷവും മാറി പോയിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ വ്യൂമും ബാക്കി ഫ്രണ്ട്സും ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നമുക്ക് ഒന്നുകൂടി ആ ഡ്രൈവർ കണ്ടുനോക്കാം. ഇനിയും അങ്ങേർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ. അങ്ങനെ രാത്രിയായപ്പോൾ വിജയുടെ വീടിന്റെ പുറത്ത് ആ ഒരു ഡ്രൈവർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്നതും കാത്തിട്ട് നമ്മുടെ പയ്യന്മാര് നിൽക്കുകയാണ്. അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോ, ചേട്ടാ ഞങ്ങള് വിജയുടെ ഫ്രണ്ട്സാ. ആണല്ലേ? അല്ല ചേട്ടാ, വിജയെ പല പെൺകുട്ടികളുടെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സ്വഭാവം ഉണ്ടോ? ചേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങേരും ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരില്ലേ താരയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അവന് വല്ല റൊമാൻസ് ഉണ്ടായിരുന്നോ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ പെൺകുട്ടികൾ ആരൊക്കെയാണെന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുമില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്,
അല്ല ചേട്ടാ, ഈ ഒരു പെൺകുട്ടി താര ഇവള് മരണപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല? അപ്പോൾ അങ്ങേര് വല്ലാതെ ടെൻഷനായിട്ട് എന്ത് ഈ കുട്ടി മരിച്ചു പോയിന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പോകേണ്ട സമയമായി. അങ്ങനെ അയാള് ആ കുട്ടികളോട് സംസാരിച്ചിട്ട് പോകുന്നത് നമ്മുടെ വിജയുടെ അമ്മ മീനാക്ഷിയിലെ കാറിലോട് വന്നോണ്ടിരിക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. അല്ല, ആ പയ്യന്മാരുമായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം? സംസാരിച്ചിരിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ അന്ന് രാത്രി വ്യൂമും അമ്മയും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടും ഏട്ടനായിട്ടുള്ള മാനവില്ലേ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ വ്യൂമ് ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 10-11 ദിവസമായി മാനവ് ഫുഡ് കഴിക്കാനേ വന്നിട്ട്. അപ്പോൾ വ്യൂമ് ചോദിക്കുന്നുണ്ട്, അല്ലേ അമ്മേ, അമ്മയ്ക്ക് മാനവിന്റെ മേലെ സംശയവും തോന്നില്ല? താര മരണപ്പെട്ട ശേഷം അവൻ കുറെ നാളായില്ലേ നൈറ്റ് ഫുഡേ കഴിച്ചിട്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ അവന്റെ ഫ്രണ്ട് ആയിരുന്നില്ലേ താര മരണപ്പെട്ടാല് അവന് സങ്കടം ഉണ്ടാവില്ലേ? എന്നാല് വ്യൂമിന് മാനവിന്റെ പെരുമാറ്റത്തില് വേറെ എന്തോ കാര്യം തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ ഏട്ടനെ സാധാരണത്തെ പോലെ തന്നെ ജനലിലൂടെ വീണ്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ആനി സ്കൂളിൽ വന്ന് തന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ മീനാക്ഷിയാണ്. നിന്നോട് ഓൾറെഡി ഞാൻ പറഞ്ഞതാ എന്റെ മകന്റെ പിന്നാലെ ചുറ്റുന്നു നിർത്താന്. ഇപ്പോ നിന്റെ മോൻ ഇറങ്ങിയിട്ടുണ്ട്, ആ വ്യൂമ്. അവനും കൂട്ടുകാരും ഇന്നലെ എന്റെ ഡ്രൈവറോട് എന്റെ മകനെ കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയും എന്റെ മോന്റെ പിന്നാലെ വരാനാണെങ്കിൽ പിന്നെ നിന്റെ മകന്റെ കാര്യം എന്താവെന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ. എന്നാൽ ആനയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ മോൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒച്ചുണ്ടാക്കാതെ ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ പണി നോക്ക്. എന്നാൽ ആനി വല്ലാതെ കലിപ്പില് ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ കുറച്ച് പയ്യന്മാരോട് താൻ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്റെ മോനെ കുറിച്ച് എന്താടാ നീ അവരോട് പറഞ്ഞേ? എന്നാൽ അയാളാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവര് വിജയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കും, ഒരിക്കലും ഞാൻ ചതിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ വേണമെങ്കിലും തരാൻ ഞാൻ റെഡിയാണ്. അപ്പൊ മീനാക്ഷി, ആഹാ, എനിക്ക് വേണ്ടിയിട്ട് നീ ജീവൻ തരാൻ റെഡിയാ? അപ്പൊ അവനും അദ്ദേഹം തലയാട്ടുമ്പോ ഒരു വ്യത്യസ്തമായ രീതിയിൽ അയാൾ മീനാക്ഷി നോക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ വ്യൂമിലെ ആ ഒരു സ്കൂളില് താരയുടെ പ്രസൻസ് ആ ഫീൽ ചെയ്യാറുള്ള എല്ലാ സ്ഥലത്തേക്കും അവളെ തിരഞ്ഞുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ അവന്റെ അരികിലേക്ക് വന്ന സഞ്ജന അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു വസ്തു ഞാൻ തരാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ബുക്ക് കൊടുക്കാണ്. ഈ ഒരു ബുക്ക് ഏതെന്ന് വെച്ചാല് നമ്മുടെ താരയുടെ ഒരു ബുക്കാണ്. വ്യൂമെ, എനിക്കറിയാം നിനക്ക് താരയെ വല്ലാതെ ഇഷ്ടമായിരുന്നുവെന്ന്. ഇപ്പോ അവള് കൂടിയില്ലെങ്കിലും അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ബുക്ക് നീ കയ്യിൽ വെച്ചോ. അപ്പോഴാണ് അവനൊരു കോള് വരുന്നത്. നോക്കുമ്പോൾ ഫ്രണ്ട് ശീതളാണ്. അപ്പോൾ അവനും, എന്തടാ വ്യൂമെ, നിന്റെ അമ്മയെ കുറിച്ച് മീനാക്ഷിയിലെ അവര് വീണ്ടും ന്യൂസില് എന്തൊക്കെ പറയുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ വ്യൂമ് ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് ആനയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന പല ആളുകളുടെ ഹിസ്റ്ററി പോലും ചെക്ക് ചെയ്യാതെ ക്രിമിനൽസിനെയൊക്കെയാണ് അവിടെ ജോലിക്ക് വെക്കുന്നത്. അതായത് ഗണേശിന്റെ പേരിൽ ഓൾറെഡി ഒരു ക്രിമിനൽ കേസുണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സ്കൂളിൽ ആ ആപത്ത് നടക്കില്ലായിരുന്നു. അപ്പോൾ താരയുടെ കൊലപാതകമായിട്ട് ഗണേശനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അതിന് വഴി വെച്ചു കൊടുത്ത പ്രിൻസിപ്പൽ ആനിയെയും അറസ്റ്റ് ചെയ്യണം. അങ്ങനെ വ്യൂമ് തന്റെ അമ്മയെക്കുറിച്ച് മീനാക്ഷി പറഞ്ഞതൊക്കെ അറിഞ്ഞില്ലേ, അതുപോലെ തന്നെ ഏട്ടൻ മാനവ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാനവ്, അല്ല, ആ ലേഡിക്ക് മീനാക്ഷിക്ക് എന്റെ അമ്മയുടെ മേലെ ദേഷ്യം വരാന് എന്താടാ കാരണം? നീ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാൽ വ്യൂമ്, ഞാൻ എന്ത് ചെയ്യാനാ, അവരിപ്പോഴൊന്നുമില്ലല്ലോ, ഇതിനു മുമ്പും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ലേ, പണ്ടത്തെ വൈരാഗ്യമായിരിക്കും. അപ്പൊ മാനവ് നമ്മുടെ ഡ്രൈവറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇയാളെ നിനക്കറിയോ, എന്തിനാടാ മീനാക്ഷിയുടെ ഡ്രൈവറോട് നിങ്ങൾ താരയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയേ? അപ്പോൾ വ്യൂമിന് എന്താണ് മറുപടി പറയണമെന്ന് അറിയുന്നില്ല. ദേഷ്യത്തിൽ മനു പാഞ്ഞു വന്നിട്ട് വ്യൂമിന്റെ കോളർ പിടിച്ചിട്ട്, എന്റെ അമ്മയ്ക്ക് നീ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ വ്യൂമ് വല്ലാതെ പേടിച്ചിട്ട് ഓടിപ്പോയിട്ട് അവന്റെ റൂമിൽ കയറി വാതിലടക്കിയാണ്. ഏട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ രക്ഷിക്കാനിപ്പോ എന്റെ കൂടെ എന്റെ അച്ഛനില്ല. അപ്പോ മാനവ്, എന്ത്, ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? പലപ്പോഴും നീയല്ലടാ എന്നെ കൊല്ലാൻ ശ്രമിച്ചേ, അതിലൊന്ന് എന്റെ അച്ഛനാ എന്നെ രക്ഷിച്ചേ. നീ ഒരു ഡെവിളാടാ, രാക്ഷസനാ. അങ്ങനെ ദേഷ്യത്തില് മാനവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അവരുടെ അമ്മ ആനി വരികയാണ്. മാനവേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യമൊന്നും അവനോട് പറയരുതെന്ന്. അപ്പോ മാനവ്, അല്ലമ്മേ, അതുകൊണ്ടല്ല, അവൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഭയന്നിട്ടാ. എന്നിട്ട് ഓടിപ്പോയി അമ്മയെ ഹഗ് ചെയ്തിട്ട്, അമ്മ എന്നോട് ക്ഷമിച്ചേക്ക്, അത് സാരല്ല, നീ പോയി കടന്നോ. അങ്ങനെ മാനവിനെ പറഞ്ഞയച്ചിട്ട് നമ്മുടെ ചെറിയ മകൻ വ്യൂമില്ലേ അവനെ സമാധാനിപ്പിക്കാൻ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ വ്യൂമിന്റെ ഉള്ളിൽ ഒരു കനലായിട്ടില്ലേ, ഏട്ടൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇനിയിപ്പോ ഞാൻ അങ്ങനെയാണോ? അത് സത്യമാണോ? അങ്ങനെ അമ്മയോട്, അല്ല, ഏട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആനിയില്ലേ ഒരു ട്വിസ്റ്റ് രഹസ്യം പറയാണ്. അതായത് നമ്മുടെ വ്യൂമില്ലേ അവനെ രാത്രി എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാല് രാത്രി എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല, ആ ഒരു സമയത്ത് അവൻ എന്തൊക്കെയാണ് ചെയ്യാന്ന് അവനിക്ക് തന്നെ അറിയില്ല. അതായത് ചെറുപ്പം മുതലേ അവനങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവന്റെ ഏട്ടനായിട്ടുള്ള മാനവനില്ലേ അവൻ വല്ലാതെ ഉപദ്രവിക്കും. എന്നാൽ അത്ര ചെറിയ കുട്ടിക്ക് വലിയ ആളെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് അവൻ പോലും അറിയാത്ത ഒരു ശക്തി അവൻ എവിടുന്നോ കിട്ടുന്നതാണ്. അങ്ങനെ ചെറുപ്പം മുതലേ മാനവനെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് മാനവന്റെ ശരീരത്തിൽ കുറേയധികം വലിയ മുറിവിന്റെ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ പാടുകൾ
അവന്റെ ശരീരത്തിലുണ്ട്. എന്നാൽ ഇതുവരെ വ്യോമ് നമ്മളോട് പറഞ്ഞ കഥ എന്താ? മാനവാണ് അവൻ ഉപദ്രവിക്കുന്നതല്ലേ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തില് ചെറിയ കുഞ്ഞായിരുന്നില്ലേ വ്യോമ്. അപ്പോൾ ആ സമയത്ത് അവന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ മെന്റലി അവൻ വല്ലാതെ തകർന്നു പോലെ. അതുകൊണ്ട് അവന്റെ മനസ്സിന് ഒരു ധൈര്യം കൊടുക്കാന് അച്ഛൻ നിന്റെ ഏട്ടൻ മാനവാണ് നിന്നെ ഉപദ്രവിക്കുന്നതെന്ന് ആ ഒരു സംഭവം മാറ്റി പറഞ്ഞതാണ്. എന്നാൽ വ്യോമ് എപ്പോഴും മാനവനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ അടി കിട്ടാതിരിക്കാന് അവൻ സേഫ്റ്റിക്ക് വ്യോമിനെ തടഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. തിരിച്ച് വ്യോമിനെ ഒരിക്കൽ പോലും ഉപദ്രവിച്ചിട്ടില്ല. മാനവന്റെ സമ്മതം വാങ്ങിയിട്ടാണ് അച്ഛൻ ഈ കാര്യം വ്യോമിനോട് പറഞ്ഞത്. ഇപ്പോഴാണ് വ്യോമിന് സത്യങ്ങൾ മനസ്സിലാവുന്നത്. അങ്ങനെ പതിയെ അമ്മ ആനിക്ക് ഉറക്കം പിടിച്ചിട്ടുണ്ട്. എന്നാലേ നമ്മുടെ വ്യോമിനില്ലേ ഉറങ്ങാനേ പറ്റുന്നില്ല. ഇപ്പോ അമ്മ പറഞ്ഞ പോലെ ഉറക്കത്തില് ഞാൻ എന്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിലും താരെ ഇനിയിപ്പോ ഞാനായിരിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. താര മരണപ്പെട്ട സമയത്ത് അന്ന് രാത്രി ആ കുളത്തിന്റെ അരികിലേക്ക് ഞാൻ പോയിട്ടുമുണ്ട്. ആ ഒരു വിഷ്വല് ഞാൻ കണ്ടതുമല്ലേ, CCTVയിൽ പതിഞ്ഞിരുന്നില്ലേ? എന്റെ ഈ ഒരു ശാപം പിടിച്ച അവസ്ഥയാണോ ഇതിനൊക്കെ കാരണം? ഇനിയിപ്പോ ഞാനാണെങ്കിലും അല്ല ഇതിന്റെ പിന്നിലെ ആരാണെങ്കിലും ആ രഹസ്യം അത് പുറത്ത് കൊണ്ടതേ മതിയാവുന്ന് ആ മനസ്സിൽ ഉറപ്പിക്കാണ്. ഇവിടെയാണ് ഈ കഥയുടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ വ്യോമില്ലേ അവൻ പഴയ പോലെ തന്നെ താരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ താരയില്ലേ, വ്യോമേ നീ എന്നോട് ചെയ്യുന്നത് തീരെ ശരിയല്ലേട്ടാ. ഞാനിവിടെ തണുത്ത് വിറച്ചിരിക്കുമ്പോ നീ ഓവർ കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുക. അപ്പൊ വ്യോമം എനിക്കൊന്നും ആ കോട്ട് വേണ്ട. അങ്ങനെ ആ കോട്ട് ഊരി വെള്ളത്തിലേക്ക് എറിയാണ്. അപ്പൊ താര നീ ഇപ്പൊ ചെയ്ത് വെറും മണ്ടത്തരല്ലേ? ആ കോട്ട് വെള്ളത്തിൽ കളഞ്ഞിട്ടിപ്പോ നമ്മള് രണ്ടാളും തണുത്ത് വിറച്ച് ചാവണോ? ആ കോട്ട് എനിക്കെങ്കിലും തരായിരുന്നു. അപ്പൊ വ്യോമാണെങ്കിലേ എന്നെ മണ്ടെന്ന് വിളിക്കരുത്. മണ്ടത്തരം കാണിച്ചാല് അങ്ങനെ തന്നെ വിളിക്കും. ദേഷ്യം വന്നപ്പോ വ്യോമില്ലേ അവളെ വെള്ളത്തില് തള്ളിയിട്ടിട്ട് അവിടുന്ന് ദേഷ്യത്തില് നടന്നു പോവാണ്. അതായത് താര മരണപ്പെട്ടിട്ടും അവൻ ഒരു കൂസലും ഇല്ല. അതൊക്കെ വ്യോമ് സ്വപ്നം കാണായിരുന്നില്ലേ? ഉണർന്നിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോ അവന്റെ കൈകാലുകളൊക്കെ ആരോ കെട്ടിവെച്ചിട്ടുണ്ട്. നോക്കുമ്പോ അവന്റെ കൂട്ടുകാരാണ്. അല്ല എന്തിനാടാ എന്നെ കെട്ടിവെച്ചിട്ടുള്ളേ? അപ്പൊ അവര് എടാ നീ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ അങ്ങനെ ആ ഒരു കെട്ട് പതി അഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഓൾറെഡി നമ്മുടെ വ്യോമ് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഉറക്കത്തില് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അത് മാത്രല്ല വ്യോമിനിപ്പോ അവന്റെ മേലെ തന്നെയല്ല സംശയം. ഇനിയിപ്പോ ഞാൻ തന്നെ ആയിരിക്കോ താരെ കൊലപ്പെടുത്തിയ? അവന്റെ സ്വപ്നത്തിൽ പോലും അവനൊരു കൊലയാളിയായിട്ടാണ് അവന് തോന്നുന്നത്. അപ്പോ ഓൾറെഡി താര കൊല്ലപ്പെടുന്നതിന് മുൻപ് അവൻ ആ തടാകത്തിന്റെ അരികിലേക്ക് പോയിരുന്നില്ലേ? ആ ഒരു വിഷ്വല് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാണ്. അതായത് വ്യോമല്ലാതെ വേറെ ആരെങ്കിലും ആ ഭാഗത്തുണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തെ അവരെല്ലാവരും കാണുന്നേ. അവര് ഷോക്കായി തരിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോ അത് നമ്മള് ഭയപ്പെടുന്ന പോലെ ആ രാഖയുടെ ആത്മാവായിരിക്കോ? അത് കാണുമ്പോ വ്യോമിന് സംശയം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ അത് സത്യമായിരിക്കോ? അല്ല ആരാണ് രാഖ? എന്താണ് രാഖ സംഭവിച്ചത്? അവന്റെ ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു സ്കൂളിൽ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഉയർന്ന ജാതിയിലുള്ള ആളുകൾ മാത്രമേ ആ സ്കൂളിൽ പഠിച്ചു വന്നിരുന്നുള്ളൂ. എന്നാൽ അപ്പോഴാണ് ആ സ്കൂളിന്റെ നടത്തിപ്പ് ജോൺ എന്ന ഒരാൾ ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിൽ എന്തായിരുന്നു വെച്ചാൽ എല്ലാ ജാതിയിലെ ആളുകൾക്കും ഒരേ രീതിയിലുള്ള നീതി കിട്ടണം. അങ്ങനെയാണ് രാഖ എന്ന ഒരു താഴ്ന്ന ജാതിയിലുള്ള പയ്യൻ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ വന്നപ്പോൾ അവനെ സ്കൂളിൽ ചേർക്കുന്നത്. ഇത് ആ സ്കൂളിന്റെ ചരിത്രത്തിലെ ആദ്യമായിട്ട് സംഭവിച്ചതാണ്. ആ കുട്ടിയുടെ പേര് തന്നെയാണ് രാഘവേന്ദ്ര. അതാണ് പിന്നീട് രാഘ എന്നായി മാറിയ. രാഘവ് അവൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുമായിരുന്നു. ആ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. എപ്പോഴും ഒന്നാമത് അവൻ തന്നെയാണ് വരാറ്. എന്നാൽ ആ സ്കൂൾ ഭരിച്ചിരുന്ന ഉയർന്ന ജാതിയിലെ കുട്ടികൾക്ക് തീരെ സഹിക്കാനോ ക്ഷമിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ എപ്പോഴും അവനെ കളിയാക്കും, കിട്ടുമ്പോഴൊക്കെ അവൻ ഉപദ്രവിക്കും. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് രാഘവ് വീണ്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവസാനം അവന് എബ്രോഡ് പോയി പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ അവൻ പോവാനിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം നിഗൂഢമായ നിലയിലെ അവനും ആ സ്കൂളിന്റെ അരികിലെ അതേ കൊള്ളത്തിൽ വീണ് മരണപ്പെടുന്നത്. എന്നാൽ ആ സ്കൂളിലെ ആളുകളൊക്കെ ജനങ്ങളോട് പറഞ്ഞു പരത്തിയത് രാഘവ് അവൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയതാണെന്നാണ്. എന്നാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നു എന്ന് നമുക്കറിയാലോ. അങ്ങനെ കുറച്ചധികം നാള് സ്കൂള് അടച്ചിടുകയാണ്. എന്നാൽ ഈ സംഭവമൊക്കെ നടക്കുന്നത് 1920-ലാണ്. പിന്നീട് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 1947 ശേഷം ആ സ്കൂള് വീണ്ടും ഓപ്പൺ ചെയ്തതാണ്. എന്നാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് രാഘവ് മരണപ്പെട്ട പോലെ വീണ്ടും നല്ല സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങിയ ഒരു കുട്ടി കൂടി മരണപ്പെടുന്നത്. അങ്ങനെ ആ ഒരു കുട്ടിയുടെ മരണത്തിന് പിന്നില് രാഘവിന്റെ ആത്മാവാണെന്ന് ആ ഒരു നാട്ടില് ഒരു കഥ പടരാൻ തുടങ്ങിയതാണ്. ഇപ്പോ വ്യോമനും ടീമിനും രാഖയുടെ മേലെ സംശയം വരാൻ കാരണം നമ്മുടെ താരയും സ്കൂളില് നല്ലോണം പഠിക്കുന്ന ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അതുപോലെ സ്റ്റുഡന്റ് മരണപ്പെടുമ്പോൾ ചിലപ്പോ രാഖയുടെ ആത്മാവ് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെ. അങ്ങനെ അവര് രാഘവിന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആരോ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ല ഇനിയിപ്പോ രാഖയുടെ ആത്മാവായിരിക്കോ? പേടിച്ചുറച്ചിക്കുമ്പോ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ആനി മാമാണ്. അല്ല മക്കളെ, എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ വിറയ്ക്കാന്? അല്ലാതെ ലേറ്റ് ആയില്ലേ? അപ്പൊ എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് വിട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഇല്ലേ നമ്മുടെ വ്യോമനും ടീമിനും ഇപ്പോ രാഘവിന്റെ മേലെയും സംശയമില്ലേ? അപ്പോ സഞ്ജനയോട് രാഘ ആ ഒരു ആത്മാവിനെ കുറിച്ച് നിനക്ക് പേടിയുണ്ടോ? എനിക്ക് ഒരു പേടിയില്ല. കാരണം എനിക്ക് നോക്ക് മറമറിയാം. അതായത് ഒരാളെ അവൾക്ക് നോട്ടത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ വ്യോമും ആഹാ നീ ആള് കൊള്ളാല. അങ്ങനെ വ്യോമും ടീമും ഇല്ലേ
ഇനിയിപ്പോ അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ അതുണ്ടോന്ന് കണ്ടുപിടിക്കണല്ലോ. അപ്പോ ആത്മാവിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്ന ഒരുതരം മെഷീൻ ഉണ്ട്. ആ ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ ഒരു ലേക്കിന്റെ ചുറ്റും അവരൊന്ന് നടന്നു നോക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വിസിബിൾ ആവാത്തതുകൊണ്ട് അവര് രാത്രി സമയത്ത് അതേ ഏരിയയിൽ വന്നിട്ട് ഓജോ ബോർഡ് വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവര് ചോദിക്കുന്നുണ്ട്, ഇവിടെ രാഘവ നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. അപ്പോൾ അവര് നടുക്ക് വെച്ച് കോനില്ലേ അത് പതിയെ മൂവായിട്ട് ഇവിടുന്ന് വേഗം പോ ഗോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യൂമിനും ടീമിനും ഒരു സംശയമുണ്ട്, വന്നിട്ടുള്ളത് രാഖയുടെ ആത്മാവ് തന്നെയാണോ എന്ന് ഉറപ്പിക്കണല്ലോ. അല്ല ഇത് രാഘവേ നീ തന്നെയാണോ? അപ്പോൾ അവനും അതേന്ന് പറയാണ്. അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, നീയാണോ താരയെ കൊലപ്പെടുത്തിയ? രാഘവ് അതേന്ന് പറയാണ്. അല്ല നിന്നെ ആരാ കൊലപ്പെടുത്തിയേ? നിനക്ക് എന്താ സംഭവിച്ചേ? പിന്നീട് നടന്ന കൊലപാതകവും നീയാണോ നടത്തിയേ? എന്നാൽ അതിനൊന്നും രാഘവ് മറുപടി പറയുന്നില്ല. ഇവിടുന്ന് വേഗം പോന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, നമുക്ക് വേഗം പോയി കളയാം. അങ്ങനെ നമ്മുടെ ചെക്കന്മാര് അവിടുന്ന് സൈക്കിൾ എടുത്ത് വേഗത്തിൽ തിരിച്ചു പോവാണ്. എന്നാൽ വ്യൂമിനൊരു സംശയമുണ്ട്, കാരണം അവര് വിരൽ വെച്ചിട്ടാണല്ലോ അത് നീക്കുന്നത്. അപ്പൊ ഇനി നമ്മളിൽ ഒരാളാണെങ്കിലും നീക്കിയത്. അപ്പോൾ വ്യൂമിന് ആനന്ദെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാം. നീയല്ലേ ഇത് ചെയ്തേ? അപ്പൊ അവള് ചിരിച്ചോണ്ട് ഞാനൊന്നും അല്ലേ. അങ്ങനെ അവള് സൈക്കിൾ എടുത്ത് മുന്നോട്ട് പോവാണ്. അപ്പോൾ വ്യൂവിന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തത് ആനന്ദ് തന്നെയാണ്. എടി ദുഷ്ടേ, ഇത്രയും നേരം അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോയില്ലേ? അങ്ങനെ അവര് അവിടുന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് പോലീസ് ടീം നമ്മുടെ ഗണേശനെ പഞ്ഞുകിട്ടോണ്ടിരിക്കുകയാണ്. നീ ചെയ്ത കൊലപാതകം അങ്ങ് സമ്മതിച്ചേക്ക്, ഇല്ലെങ്കിൽ ജീവൻ പോകുന്നവരെ മരണവേദന വാങ്ങേണ്ടി വരും. എന്നാൽ ആ ടോർച്ചറിങ് വേദന സഹിക്കാൻ പറ്റാതെ അവസാനം ഗണേശിലെ അവൻ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പോലീസ് ടീം അവന്റെ വാക്കുമൂലം എഴുതിയെടുത്തിട്ടുണ്ട്. അതിൽ അങ്ങേരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. ഓൾറെഡി താരയുടെ മരണത്തിന് കാരണം ഗണേശാണെന്ന് മീഡിയയിലൊക്കെ പറയുന്നില്ലേ? ഓൾറെഡി ക്രൈം കേസുള്ള ഗണേശനെ സ്കൂളിൽ ചേർത്തത് ആനിയല്ലേ? അങ്ങനെ ആ ഒരു സ്കൂളിന്റെ ബോർഡിലെ നമ്മുടെ ആനിയെ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ ഒരാളെ നിയമിക്കുമ്പോൾ അയാളുടെ ഹിസ്റ്ററി വെരിഫൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ആനിയും എന്റെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല, ഓൾറെഡി ഗണേശന്റെ മേലെ ഒരു കേസുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. കാരണം ഗണേശനെ എനിക്ക് പണ്ടേ അറിയുന്ന നിവൃത്തികോട് കൊണ്ട് പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ്. പിന്നീട് ഗണേശ് അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സമാധാനത്തിലുള്ളൊരു ലൈഫായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഷ്ടപ്പെടുന്ന ഗണേശനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഗണേശന് ഞാൻ ഈ പ്യൂണ് ജോലി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എന്നാൽ ബോർഡാണെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിലേക്ക് വന്നിട്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഓൾറെഡി ഗണേശ് താനെ കുറ്റം ചെയ്തെന്ന് സമ്മതിച്ചില്ലേ ആ ഒരു വാർത്ത ന്യൂസിൽ സ്പ്രെഡ് ആവുന്നത്. അത് കണ്ടപ്പോൾ ആനി ഷോക്കായി പോവാണ്. അടുത്ത സീനില് ഗണേശ് അറസ്റ്റിലായില്ലേ? അപ്പോൾ ഗണേശിന്റെ ഭാര്യയും കുഞ്ഞ് മോളും അങ്ങനെ കാണാൻ ജയിലിലേക്ക് വരികയാണ്. ഗണേശിന്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ സമ്മതിച്ചേ? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, അത് അധികം വൈകാതെ നിങ്ങൾ എന്തായാലും അറിയും. എന്നാൽ ആ കാരണം എന്താണെന്ന് ഗണേശ് പറയുന്നില്ല. അപ്പോൾ വ്യോമും ടീമും ഓൾറെഡി താരയുടെ കൊലപാതകത്തിന് പിന്നിലെ കൊലയാളിയെ തേടി ഇറങ്ങിയതല്ലേ? ഇപ്പോൾ ഗണേശാണ് കുറ്റവാളിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അതിന്റെ പിന്നാലെ പോകണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ സഞ്ജന എന്നെ ഒന്ന് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ? അങ്ങനെ വ്യോമ് അവളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വ്യോമ് ചോദിക്കുന്നുണ്ട്, നമുക്ക് നാളെ ഒന്ന് കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാലും സഞ്ജന നാളെ എനിക്ക് നാട്ടിലേക്ക് പോകണം. എന്നാലും വ്യോമെ ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല. അങ്ങനെ അവനെ ഹഗ് ചെയ്യാണ്. അപ്പോൾ വ്യൂമിനും ലോട്ടറി അടിച്ച ഹാപ്പിയോടെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. വ്യൂമ് പോകുന്ന സമയത്ത് ആ ഭാഗത്തൊന്നും ആരുമില്ല. അങ്ങനെ സൈക്കിൾ പതി ഉന്തി പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗണേശിന്റെ ഭാര്യയില്ലേ അവന്റെ മുമ്പിലേക്ക് വരികയാണ്. അവരെ കണ്ടപ്പോൾ വ്യൂമ് ഞെട്ടിപ്പോയിട്ട് എന്താ ചേച്ചി? എന്നാൽ അവർക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആംഗ്യത്തില് സംസാരിക്കുമ്പോൾ മകളാണ് എന്താണ് അമ്മ പറയുന്നതെന്ന് വ്യൂമിന് മനസ്സിലായി കൊടുക്കുന്നത്. അവര് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ഗണേശ് അങ്ങേരല്ല ഈ കൊലപാതകം ചെയ്ത് നിവൃത്തികേട് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നതാ. എന്നാൽ അദ്ദേഹത്തിന് അറിയാം ഈ കൊലപാതകം ചെയ്തത് ആരാന്ന്. അതായത് താര മരണപ്പെടുന്നതിന് മുൻപ് അവള് ഗർഭിണിയായിരുന്നില്ലേ? അപ്പൊ അതിന്റെ കാരണം ആരാണോ അവൻ തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നില്. അവന്റെ പേര് എന്റെ ഹസ്ബൻഡ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കുമ്പോ അത് സൂര്യപ്രകാശ് എന്നാണ്. എന്നാൽ ഇതിപ്പം തെറ്റിച്ച ഇതുവരെ അവർക്ക് സംശയമുള്ള ആളുകളിൽ ഒരു സൂര്യപ്രകാശ് എന്ന പേരേ ഇല്ല. അപ്പോ ഗണേശിന്റെ ഭാര്യ എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ഇവൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ വ്യൂമും എന്തായാലും ശ്രമിക്കാന്ന് പറഞ്ഞ് അവരുടെ ടീം ചേർന്നിട്ട് ആ ഒരു നാട്ടില് മുഴുവനായിട്ട് സൂര്യപ്രകാശ് എന്ന പേരില് ആരൊക്കെയാണുള്ളതെന്ന് അവര് ഫൈൻഡ് ചെയ്യാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് അവരുടെ ടീമിലെ ട്വിൻസില്ലേ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഹാക്കിങ്ങിനെ കുറിച്ച് ഐഡിയ ഉണ്ട്. അധികം വൈകാതെ തന്നെ ആ ഒരു സൂര്യ വ്യൂമെ നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചു തരാമെന്ന് അവർ സമ്മതിക്കാണ്. അപ്പോഴാണ് വ്യൂമിന് ആനന്ദിയുടെ ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഇപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റില്ല, താൻ വല്ലാതെ ഡിസ്റ്റർബ് ആണ്. അങ്ങനെ ഹീറോയിലെ നേരെ ആനന്ദിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ആനന്ദിക്ക് അവൾക്ക് ഇതുവരെ ടൈം കഴിഞ്ഞിട്ടും പീരിയഡ്സ് ആവാത്തതുകൊണ്ട് അവളുടെ അമ്മ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മെന്റലി വല്ലാതെ തകർന്നിരുന്ന അവൾക്ക് വ്യൂമാണ് മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ വ്യൂമിന്റെ അമ്മയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പറഞ്ഞ് അവസാനം അവൾ വാശി പിടിച്ചതാ. അങ്ങനെ വ്യൂമിനും ആനന്ദിക്കും
കഴിക്കാനായിട്ട് കുറച്ച് കടികൾ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആനന്ദി ലഞ്ചിന്റെ സമയത്ത് സ്നാക്സ് തന്നിട്ട് അമ്മ നമ്മളെ പറ്റിച്ചല്ലേ. അപ്പോഴാണ് അവർക്ക് ശീതൾ ഒരു വീഡിയോ അയക്കുന്നത്. അവൻ എന്തായിരിക്കും അയച്ചിട്ടുണ്ടാവുക നോക്കുമ്പോഴാണ് മീനാക്ഷിയിലെ മീഡിയയോട് എന്തോ ഒരു സങ്കടം പറയാണ്. എന്റെ വണ്ടി ആക്സിഡന്റ് ആയി, ആരോ പ്ലാൻ ചെയ്തിട്ട് എന്നെ കൊലപ്പെടുത്താൻ ചെയ്തതാ. എന്നാൽ നിർഭാഗ്യത്തിന് എന്റെ ഡ്രൈവർ അങ്ങനെ മരണപ്പെട്ടു പോയ. എന്നാൽ മീനാക്ഷി എങ്ങനത്തെ ഒരു സ്ത്രീയാന്ന് നമുക്കറിയാലോ. അവരുടെ മകനെ കുറിച്ച് ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് കണ്ടെത്തിയ ശേഷം ഒരു ആക്സിഡന്റ് പോലെ ആക്കിയിട്ട് അയാളെ കൊലപ്പെടുത്തിയതാണ്. എന്നാൽ മീനാക്ഷി പറയുന്നത് ആനി കുറ്റവാളിയായ ഗണേശിനെ ആ ഒരു സ്കൂളിൽ നിയമിച്ചിട്ടല്ലേ ആ പെൺകുട്ടി മരണപ്പെടുന്നത്. അവസാനം ഗണേശ് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആനിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നെ കൊല്ലാനാണ് അവൾ ഈ ആക്സിഡന്റ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു കുറ്റവാളിക്ക് ഒരു അവസരം ഉണ്ടായി കൊടുത്ത ആനിക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് വാങ്ങിക്കൊടുക്കാൻ പോകുന്നത് മീഡിയാസിനോടും ജനങ്ങളോടും ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു ന്യൂസ് ആനിയും കാണുന്നുണ്ട്. വല്ലാതെ ദേഷ്യം വന്നിട്ട് ഉടനെ തന്നെ ലോയർ വിളിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സജഷൻ എടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ട്വിൻസ് എത്ര ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അവരെ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴാണ് അവർക്ക് ഒരു ഐഡിയ വരുന്നത്. അതായത് താരയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഒരു ഡീറ്റെയിൽസിൽ ചിലപ്പോൾ സൂര്യയുടെ അഡ്രസ് ഉണ്ടെങ്കിലോ. അങ്ങനെ പോലീസ് ഡാറ്റ സെർവർ തന്നെ അവർ ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഹാക്ക് ചെയ്തിട്ട് ആ ഫയൽ എടുക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. അതായത് താര മരണപ്പെടുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നില്ല. അല്ല, അപ്പോൾ അവള് പ്രഗ്നന്റ് അല്ലെങ്കിൽ ഗണേഷ് എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞേ? ഇപ്പോ അവർക്ക് സൂര്യപ്രകാശിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല. അതേ സമയത്ത് ആനി തന്റെ ലോയറുമായിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പോലീസുകാരനോട് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താ പറയുന്നത് കേൾക്കുന്നില്ല. എന്നാൽ മീനാക്ഷി കാരണം ഇപ്പോൾ ആനിയെ കുറിച്ചിട്ട് എല്ലാ ന്യൂസ് മീഡിയയിലും മോശമായിട്ടുള്ള പല വാർത്തയും പരക്കാണ്. ആനിക്കും ഗണേശിനും ഒരു രഹസ്യ റിലേഷൻ ഉണ്ടെന്നും അവർ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് സ്കൂളിലെ പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്നതെന്നൊക്കെ. ആ ഒരു വാർത്ത നമ്മുടെ വ്യോമും ഏട്ടൻ മാനവുമില്ലേ സങ്കടത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വ്യോമ് അവന്റെ ഓരോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ അവരൊന്നും വീട്ടിലില്ല, അവര് കുടുംബ വീട്ടിൽ പോയതാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ 2-3 സ്ഥലത്തുനിന്ന് ഒരേപോലത്തെ റിയാക്ഷൻസ് വന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. തന്റെ അമ്മയെക്കുറിച്ച് ഇപ്പോൾ മീഡിയയിൽ ഒരു വാർത്ത പരക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തന്റെ കൂട്ടുകാരുടെ അമ്മമാര് അവരെ കാണാന് തന്നെ അനുവദിക്കാത്തത്. അങ്ങനെ അവന്റെ ഓരോ കൂട്ടുകാരെയും ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ പലർക്കും കോള് പോകുന്നില്ല. അവസാനം ആനന്ദിയുടെ ഫോൺ റിങ്ങാവാണ്. അവള് ഫോൺ എടുത്തിട്ട് വ്യോമേ, ഇപ്പോൾ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ വ്യോമം ആയിക്കോട്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ്. ഇപ്പോൾ അവന്റെ കൂടെ സംസാരിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ അവൻ ആ വെള്ളക്കെട്ടിന്റെ അരികിലേക്ക് പോയിട്ട് വിളിച്ച് പറയുന്നുണ്ട്, രാഖ നീയെങ്കിലും വാ എന്നോട് സംസാരിക്കാന്. എന്നാൽ ഒരു റെസ്പോണ്ടും കാണുന്നില്ല. അപ്പോൾ ദേഷ്യത്തില് കല്ലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വന്ന് സംസാരിക്കേ. അപ്പോഴാണ് പിന്നില് ആരോ കൈവെക്കുന്നത്. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ സഞ്ജനയാണ്. അപ്പോൾ വ്യോമ്, അല്ല നീ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്താ പോയില്ലേ? പോവാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഞാൻ ആ ന്യൂസ് കണ്ടേ. ഇപ്പോൾ നിന്റെ സിറ്റുവേഷൻ എന്താന്ന് എനിക്ക് അറിയാലോ. അപ്പോൾ ഒരു മെന്റൽ സപ്പോർട്ട് തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വ്യോമിനും വല്ലാതെ ഹാപ്പി ആവാണ്. തന്റെ കൂടെ ആരുമില്ലെങ്കിലും സഞ്ജന അവളെങ്കിലും തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അടുത്ത സീനിലാണ് നമ്മുടെ ആനി കുറച്ചു നേരത്തെ ലോയറും കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താ പറഞ്ഞത് കാണുന്നേ. അതായത് താര കൊല്ലപ്പെട്ട ദിവസം ഗണേശിലെ ആനിയുടെ കൂടെ ഇരുന്നുണ്ടായിരുന്നേ. അതായത് ഗണേശിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഗണേശും കൂടി ഒന്നിച്ചാണ് നമ്മുടെ ATM-ൽ പോയിട്ട് പൈസ എടുത്തു കൊടുത്തത്. അപ്പോൾ ലേഡി SI ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഗണേശിന് പൈസ കൊടുത്തേ? അതായത് പണ്ട് ഗണേശ് കുറച്ചധികം ക്രൈമിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ അവൻ ജീവിക്കുന്നത്. എന്നാൽ പഴയ ക്രൈമിന്റെ പേരിൽ ഇടക്കിടക്ക് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ക്രൈം കേസ് കൊടുത്ത ആളുകളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പൈസ ഞാൻ അവന് കൊടുത്തത്. അപ്പോൾ SI ആണെങ്കിൽ ഈ ഒരു കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജിനെ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ ആനയാണെങ്കിൽ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ ഇടയിൽ അഫയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പരത്തുമായിരിക്കും. പക്ഷേ എനിക്കതിലൊരു കുഴപ്പമില്ല. കാരണം പോലീസ് ഗണേശനെ അന്ന് വല്ലാതെ ഉപദ്രവിച്ചിട്ടും താര മരണപ്പെട്ട ദിവസം അവന് ATM-ൽ നിന്ന് പൈസ എടുത്തു കൊടുക്കാൻ ഞാൻ പോയ കാര്യവും അവൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ എന്റെ പേര് മോശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറ്റം സംബന്ധിച്ച ഒരാളെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് എന്റെ മനസാക്ഷി സമ്മതിക്കുമോ? അങ്ങനെ ATM-ൽ നിന്ന് ആ പൈസ എടുത്തതിന്റെയും ആ ടൈമിന്റെ ഒക്കെ പ്രൂഫ് നമ്മുടെ SIക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗണേശിന്റെ മേലെയുള്ള നിരപരാധിത്വം നമ്മുടെ SIക്കും മനസ്സിലാവാണ്. അടുത്ത സീനില് കുറച്ച് മുൻപ് വ്യോമ് സഞ്ജനോട് ചോദിച്ചിരുന്നില്ലേ നമുക്ക് ഒന്ന് കഫേ പോയാലോന്ന്. അങ്ങനെ വ്യോമിന്റെ കൂടെ അവള് കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സഞ്ജന, എനിക്കങ്ങനെ പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നാറില്ല. എന്നാൽ വ്യോമെ എന്താണെന്നറിയില്ല, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. എന്നാൽ അപ്പോൾ വ്യോമിന്റെ ഫ്രണ്ട് ശീതളില്ലേ, അവൻ കോളിയാണ്. എന്നാൽ അവൻ അവരെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലല്ലോ. ആ ദേഷ്യത്തിൽ അവൻ ആ ഫോൺ കട്ടിയാണ്. അങ്ങനെ സഞ്ജനെ കൂട്ടിട്ട് അവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ ഒരാളില്ലേ ക്യാപ്പൊക്കെ വെച്ച് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതാരാ നോക്കുമ്പോൾ വേറെ ആരുമല്ല, ആൽബിൻ സാറില്ലേ, അങ്ങേര് തന്നെയാണ്. അങ്ങനെ വ്യോമ് വീട്ടിലേക്ക് വരുമ്പോൾ
മാനവ് വ്യോമിനോട് സോറി ചോദിക്കുകയാണ്. എന്നാൽ വ്യോമാണെങ്കിൽ ഏട്ടൻ എന്തിനാ സോറി ചോദിക്കുന്നത്? എന്റെ ഭാഗത്തിലെ തെറ്റ്, ഏട്ടന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. അങ്ങനെ രണ്ടുപേരുടെ ഉള്ളിലുള്ള ആ സങ്കടമൊക്കെ അവിടെ അലിഞ്ഞു തീരാണ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിന്റെ ഡയറക്ടർ ടീം ആനയെ പുറത്താകെ വന്നിട്ട് അവസാനം അവർ ആ ഡിസിഷൻ എടുക്കാണ്ട് പോയില്ലേ. എന്നാലിപ്പോ ഗണേഷും ആനയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് മീഡിയയിലൊക്കെ പരന്നപ്പോ ആനയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമായിട്ട് അവരുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്നാലിപ്പോ അതെങ്ങനെയാണ് ആനയോട് പറയേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ആനയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് തീരുമാനത്തിന് കാത്തിരിക്കുന്നതെന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ രാജിക്കത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ രാജിക്കത്തും കൊടുത്തിട്ട് ആനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വ്യോമും മാനവും ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, ഇനി എന്താ പ്ലാന്? അമ്മയാണെങ്കിൽ എന്ത് പ്ലാന്? ഇവിടത്തെ ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി നോക്കണം, അവിടെ ഒരു വീടും കണ്ടെത്തണം, 1 മാസം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറാം. അങ്ങനെ മുഖത്ത് ചിരിയുണ്ടെങ്കിലും അമ്മയുടെ ഉള്ളിൽ സന്തോഷമില്ലാന്ന് 2 മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് ഈ ജോലി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതേ സമയത്ത് വ്യോമിന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രമാണ് വരുന്നത്. അതായത് ഗണേശ് പറഞ്ഞത് താര ഗർഭിണിയാണെന്നല്ലേ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അവള് ഗർഭിണിയല്ല. പിന്നെ എന്തിനായിരിക്കും അങ്ങനെ ഒരു നുണ ഗണേശ് പറയേണ്ട ആവശ്യം? അതുമാത്രമല്ല, ജയിലിൽ പോയ ഭാര്യയോട് ഗണേശ് പറഞ്ഞയച്ചെന്താ താരയുടെ ഗർഭത്തിന് പിന്നില് സൂര്യകുമാർ എന്നൊരാളെന്നല്ലേ. ഗർഭിണിയല്ലാത്ത താരയും സൂര്യയും കുറിച്ച് ഇങ്ങനൊരു കഥ പറയേണ്ട ആവശ്യം എന്താ? നമ്മുടെ വ്യോമിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനി എന്തൊക്കെ ഷോക്കിംഗ് ട്വിസ്റ്റുകളാണ് നമ്മൾ കാണാൻ ബാക്കിയുള്ളതെന്ന് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടാലോ? അപ്പോൾ ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനിയുള്ള ഫൈനൽ പാർട്ട് നമ്മുടെ സീരീസ് ചാനലിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പാർട്ടിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.